ക്രൈസോഫൈൽസിൽ വരുന്നത് ആരൊക്കെയാണ്? ഡയാറ്റംസും ഡെസ്മിഡ്സുമാണ്. ഡയാറ്റംസും ഡെസ്മിഡ്സുമാണ്. അതിൽ ഡയാറ്റം എന്ന് പറയുന്നത് എത്തരത്തിലുള്ള ആളാണ്? അയാളുടെ സ്വഭാവം എന്താണ്? ഡയാറ്റംസിന്റെ സ്വഭാവം എന്താണ്? അയാള് ഫോട്ടോസിന്തറ്റിക് ആണ്. ആ ഒരു കാര്യം അവിടെ ഓർക്കണം. ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഒരു പ്രോട്ടോസോവൻസ് ആണ് ഡയാറ്റം എന്ന് പറയുന്നത്. എന്താണ്? ബോർഡ് അവൈലബിൾ അല്ല. ഒരു സെക്കൻഡ്, ശ്രദ്ധിച്ചില്ല. ബോർഡ് പോയതല്ലായിരുന്നു നേരത്തെ, ഞാൻ ഇട്ടില്ലായിരുന്നു. പറഞ്ഞ നല്ല കാര്യം. നിങ്ങൾ സാധാരണയായിട്ട് ഇപ്പൊ അവൈലബിൾ ആയ ബോർഡ് ഇപ്പൊ വന്നില്ലേ? വന്നു. ഓക്കെ. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലേ ഇവിടെ ഓർത്തു വെച്ച് ഏകദേശം ഒരു 80% ക്രൈസോഫൈൽസിൽ 80% എത്തരത്തിലുള്ളവരാണ്? ഈ പ്രകാശ സംശ്ലേഷണ പ്രൊട്ടിസ്റ്റുകളാണ്. ഓർത്തോളണം. ഓക്കെ. അപ്പം നമ്മൾ നോക്കിയേ, അപ്പം ക്രൈസോഫൈൽസിൽ 80% പ്രകാശ സംശ്ലേഷണ പ്രൊട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ആരാണ് വരുന്നത്? ഡയാറ്റംസ് ആണ് അല്ലേ? ഡയാറ്റംസ്. അപ്പൊ അവനെക്കുറിച്ച് വൃത്തിയായിട്ട് പഠിക്കണ്ടേ? അവനെക്കുറിച്ച് ചോദിക്കത്തുള്ളൂ ഏറ്റവും കൂടുതൽ. അപ്പൊ ഡയാറ്റം. അപ്പൊ ഡയാറ്റം ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. എന്താണ് ഡയാറ്റം എന്ന് പറയുന്നത്? ഒരു ക്രൈസോഫൈറ്റ് ആണ്. അത് കൂടാതെ തന്നെ ഡയാറ്റം എന്ന് പറയുന്ന ഒരു ക്രൈസോഫൈറ്റ് ആണ്. അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് ആണ് അല്ലേ? ഫോട്ടോസിന്തറ്റിക് ആണ്. ആ 2 പോയിന്റ് അവിടെ കിട്ടിയില്ലേ? ഓക്കെ. ഇനി ഇവരെ ഈ ഡയാറ്റംസിനെ പൊതുവെ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണ് ഡയാറ്റംസിനെ പൊതുവെ വിളിക്കുന്നത്? ഗോൾഡൻ ആൽഗയാണ്. ഗോൾഡൻ ആൽഗ എന്നാണ് അറിയപ്പെടുന്നത്. ഗോൾഡൻ ആൽഗ, മലയാളത്തില് സ്വർണ്ണപ്പായലുകൾ അല്ലേ? സ്വർണ്ണപ്പായലുകൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഗോൾഡൻ ആൽഗെ എന്നറിയപ്പെടുന്ന അതൊരു ചോദ്യമാണ്, നല്ലൊരു ചോദ്യമാണ്. എന്താണ്ട് ഗോൾഡൻ ആൽഗ എന്നറിയപ്പെടുന്നത് സ്വർണ്ണപ്പായൽ. കേൾക്കുന്നുണ്ടോ? ഉണ്ട് സാർ. ഓക്കെ. അപ്പൊ ഗോൾഡൻ ആൽഗ അല്ലെങ്കിൽ സ്വർണ്ണപ്പായൽ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഈ സ്വർണ്ണപ്പായൽ എന്നറിയപ്പെടുന്ന ക്രൈസോഫൈറ്റ ഏത്? സ്വർണ്ണപ്പായലുകൾ എന്നറിയപ്പെടുന്ന ക്രൈസോഫൈറ്റ ഏത്? ചോദിക്കാം. ആരാണ്ടേത്? ഡയാറ്റമാണ്. മറന്നു പോകരുത്. ഓക്കെ. അപ്പം അങ്ങനെയുള്ള ഈ ഡയാറ്റംസ് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആൽഗയാണ്. പ്രോട്ടോസോവൻസ് ആണ് ഡയാറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ എവിടെ കാണപ്പെടത്തുള്ളൂ? അക്വാട്ടിക് ആണ്, ജലജീവിയാണ്. ജലത്തിൽ മാത്രമായിരിക്കും ഇവ കാണപ്പെടുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ ഡയാറ്റംസ് നമ്മുടെ കടൽ നോക്കിക്കഴിഞ്ഞാൽ, ഓഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഡയാറ്റംസ് നമ്മൾ പറയും ഇറ്റ് ഈസ് ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ദി ഓഷൻ അല്ലേ? അതെ, ഓഷനിലെ പ്രമുഖ ഉൽപാദകരാണ്. ഓക്കെ. പ്രമുഖ ഉൽപാദനം ഇവിടുത്തെ കടലിലെ ഓഷനിലെ പ്രമുഖ ഉൽപാദകരെന്നറിയപ്പെടുന്ന ക്രൈസോഫൈറ്റ്സ് ഡയാറ്റംസ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ ഉൽപാദകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ നല്ല ഫുഡ് ഉണ്ടാക്കും. ഇവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് അനിമൽസ് ഉണ്ട്. അതായത് ഇവരെ ഈറ്റ് ചെയ്യുന്ന, ഇവരെ ആഹാരമാക്കുന്ന ഒരുപാട് ആൾക്കാർ. ഇത് ഏകദേശം ഒരു 6000-ഓളം ഡയാറ്റംസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 5000 മുതൽ 5500 മുതൽ 6000 വരെ സ്പീഷീസുകൾ ഇവയിലുണ്ട്. ഈ ഡയാറ്റത്തിൽ കാണപ്പെടുന്നുണ്ട്. ഈ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഈ ആൽഗയിൽ കാണപ്പെടുന്നുണ്ട്.
ഓക്കെ. ജലത്തിൽ മാത്രം എന്ന് പറയുമ്പോൾ രണ്ടുമുണ്ട്, ശുദ്ധജലത്തിലുമുണ്ട്, അതുപോലെ തന്നെ ഉപ്പ് ജലത്തിലുണ്ട്, സമുദ്രജലത്തിലുമുണ്ട്. ഓക്കെ. ജലത്തിൽ രണ്ട് രീതിയിലും കാണപ്പെടുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഈ ക്രൈസോഫൈറ്റ്സിന്റെ കോശഭിത്തി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ഓക്കെ. ഇതിന്റെ കോശഭിത്തി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കോശഭിത്തി പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കോശഭിത്തിക്ക് രണ്ട് പാളികൾ, രണ്ട് ഓവർലാപ്പ് ആയിട്ടുള്ള പാളികൾ കാണപ്പെടുന്നു. ഓക്കെ. കോശഭിത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർലാപ്പ് ആയിട്ടുള്ള രണ്ട് പാളികളെ, നമ്മുടെ സോപ്പ് പെട്ടി ഇല്ലേ, സോപ്പ് പെട്ടി എല്ലാവർക്കും അറിയാലോ, സോപ്പ് പെട്ടി അറിയാമല്ലോ ഇല്ലടേ, അല്ലയോ? സോപ്പ് പെട്ടി എല്ലാവർക്കും അറിയാമല്ലോ, പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. സോപ്പ് പെട്ടി എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാമല്ലോ അല്ലേ? അറിയാം സാർ. അറിയാം. അപ്പൊ ആ സോപ്പ് പെട്ടി പോലെയുള്ള ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന രണ്ട് പാളികളായിട്ടാണ് ഇവൻ കാണപ്പെടുന്നത്. ആര് കാണപ്പെടുന്നത്? നമ്മളെ ഞാൻ തിരിച്ചു വരയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ രണ്ട് പാളികളായിട്ടാണ് അതിന്റെ കോശഭിത്തി, ഇങ്ങനെ രണ്ട് പാളികളായിട്ടാണ് അതിന്റെ കോശഭിത്തി ഇരിക്കുന്നത്. ഓക്കെ. രണ്ട് പാളികളായിട്ടാണ് ആരുടെ കോശഭിത്തി കാണപ്പെടുന്നത്? റൈസോഫൈറ്റ്സ്. അപ്പൊ ഓവർലാപ്പ് ആയിട്ടുള്ള പാളികൾ, ഇതൊരു ഷെൽ, നമ്മുടെ സാധാരണ മൊളാസ്കൻസിനെ കാണുന്ന പോലെ ഷെല്ലുകൾ പോലുള്ള പാളികളായിട്ടാണ് ഇവ കാണപ്പെടുന്നത്. അതിന്റെ മുകളിലത്തെ പാളിയെ നമ്മൾ വിളിക്കുന്നത് എപ്പിത്തീക്ക എന്നാണ്. എന്താണ്ട് മുകളിലത്തെ പാളിയെ നമ്മൾ വിളിക്കും, മുകളിൽ മീൻസ് വലിയ പാളി, ഇവിടെയുള്ള, അതായത് ഈ സോപ്പോട്ടിയുടെ മുകളിലുള്ള പാളി, എടുത്ത് വെച്ച് അടയ്ക്കുന്ന പാളി. ഇത് സോപ്പോട്ടി ആണെങ്കിൽ ഇത് അടിയിലുള്ള പാളി, മുകളിലുള്ള ഈ പാളി വെച്ചാണല്ലോ അടയ്ക്കുന്നത്, ഇത് വെച്ച് ഇങ്ങനെ അടയ്ക്കുന്നു. ഇതിനെ വിളിക്കുന്നത്, മുകളിലത്തെ പാളിയാണ് എപ്പിത്തീക്ക. അപ്പം കോശഭിത്തിക്ക് രണ്ട് ഓവർലാപ്പ് പാളികൾ, ഒന്നേതാണ്? എപ്പിത്തീക്ക. മുകളിലത്തെ പാളിയാണ് എപ്പിത്തീക്ക കേട്ടോ. മുകളിലത്തെ പാളിയാണ് എപ്പിത്തീക്ക എന്ന് പറയുന്നത്. അപ്പൊ താഴത്തെ ഇതാണ് താഴത്തെ പാളി ഉണ്ടല്ലോ, താഴത്തെ പാളി ഏതാ? താഴത്തെ പാളി എന്ത് വിളിക്കും? താഴത്തെ പാളി വിളിക്കുന്നത് താഴെ അടിയിലായിട്ടുള്ളത്, അതിനെന്ത് വിളിക്കുന്നത്? ഹൈപ്പോത്തീക്ക. എപ്പോത്തീക്കയും ഹൈപ്പോത്തീക്കയും. രണ്ടാമത്തത് ഹൈപ്പോത്തീക്കയാണ്. ഹൈപ്പോത്തീക്ക എന്ന് പറയുന്നത് താഴത്തെ പാളി ഹൈപ്പോത്തീക്ക. അപ്പൊ നിങ്ങൾ എപ്പിത്തീക്ക എന്നോ ഹൈപ്പോത്തീക്ക എന്ന് പറഞ്ഞാൽ ഞെട്ടിത്തരിച്ചു പോരുത്. ഹൈപ്പോത്തീക്ക എന്ന് പറയുന്നത് താഴത്തെ പാളി, എപ്പിത്തീക്ക എന്ന് വെച്ചാൽ മുകളിലത്തെ പാളി. അതായത് നമ്മുടെ ഡയാറ്റംസിന്റെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന രണ്ട് ഷെല്ലുകളാണ് ഹൈപ്പോത്തീക്കയും എപ്പോത്തീക്കയും. ഓക്കെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈപ്പോത്തീക്കയും എപ്പിത്തീക്ക എന്ന് പറയുന്നത്, ഇത് രണ്ടും, അതായത് എപ്പിത്തീക്കയും ഈ ഹൈപ്പോത്തീക്കയും എന്ന് പറയുന്നത്, നമ്മൾ കോമൺ ആയിട്ട് ഇവരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും ഡയാറ്റംസ് ആർ ഗോൾഡൻ ആൽഗെ, അല്ലെങ്കിൽ ഗോൾഡൻ ബ്രൗൺ ആൽഗെ എന്ന് പറയാം. ഗോൾഡൻ ബ്രൗൺ ആൽഗെ എന്നും പറയാം. ബ്രൗൺ ആൽഗ വിഭാഗത്തിൽ വരുന്നതാണ്. ഗോൾഡൻ ബ്രൗൺ ആൽഗെ എന്ന് വേണമെങ്കിൽ പറയാം. ഗോൾഡൻ ബ്രൗൺ ആൽഗയാണ് ആക്ച്വലി നമ്മുടെ ഡയാറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡയാറ്റംസ് യൂണിസെല്ലുലാർ ആണ്, മൈക്രോസ്കോപ്പിക് ആണ് എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയും ഇതിൻ്റെ സെൽവാൾ എന്ന് പറയുന്നത് ഈ എപ്പിത്തീക്കയുണ്ട്, ഹൈപ്പോത്തീക്കയുണ്ട്. ഈ എപ്പിത്തീക്കയും ഹൈപ്പോത്തീക്കയും സിലിസിഫൈഡ് ആണെന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിസിഫൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയുടെ കോശഭിത്തിയിൽ ഈ ഹൈപ്പോത്തീക്കയും എപ്പിത്തീക്കയും എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സിലിക്ക കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സിലിസിഫൈഡ് ആണ്, സിലിക്ക കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സിലിക്ക, അതായത് നമ്മളെ മണൽത്തരികൾ പോലുള്ള സംഭവം, അതാണ് സിലിക്ക എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ഇത് റപ്ചർ ആവത്തില്ല, സിലിക്കോട് നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുള്ള ഈ ഡയാറ്റംസ് പൊട്ടിപ്പോകത്തില്ല, എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോകത്തില്ല. ഓക്കെ.
ഓക്കെ. അപ്പം ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ഈ വെള്ളത്തിൽ കാണപ്പെടുന്ന ഡയാറ്റംസ് ഈ സിലിക്കോൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഇതിൻ്റെ ഈ എപ്പിത്തീക്കയും ഹൈപ്പോത്തീക്കയും ഈ സിലിക്കോൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് മരണപ്പെട്ട് കഴിയുമ്പോൾ ഡെത്തായി പോകുമ്പോഴത്തേക്ക് ഈ ഇതിൻ്റെ സെൽവാള് ഇതിൻ്റെ കോശഭിത്തി എന്ത് ചെയ്യുന്നു? ആഫ്റ്റർ ഡെത്ത്, അതായത് നശിച്ചു കഴിയുമ്പോഴത്തേക്ക് നാശനത്തിന് ശേഷം ഇതിൻ്റെ നാശത്തിന് ശേഷം ഈ കോശഭിത്തി എല്ലാം കൂടി ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂടിച്ചേർന്ന് കാണപ്പെടുന്നു. കോശഭിത്തി ഇങ്ങനെ കൂടിച്ചേർന്ന് എന്ത് ചെയ്യുന്നു? കൂടിച്ചേർന്നാണ് കാണപ്പെടുന്നത്. ഈ സിലിസിഫൈഡ് ആയിട്ടുള്ള സിലിക്കോൺ കൊണ്ട് നിർമ്മിച്ച എപ്പിത്തീക്കയും ഹൈപ്പോത്തീക്കയും എല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് കൂട്ടിച്ചേർന്ന് കാണപ്പെടുന്നു. അങ്ങനെ കൂടിച്ചേർന്ന് കാണപ്പെടുന്നതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്തെന്ന് വിളിക്കുന്നത്? ഡയാറ്റോമേഷ്യസ്. എന്താണ്? ഡയാറ്റോമേഷ്യസ് എർത്ത്. ഡയാറ്റോമേഷ്യസ് എർത്ത്. ഒരിക്കലും നമ്മളോട് ഡയാറ്റോമേഷ്യസ് എർത്ത് എന്ന് ചോദിക്കത്തില്ല. അത് കേൾക്കുമ്പോഴറിയാം ഡയാറ്റോമാണെന്ന് അറിയാം, അല്ലേ? ഡയാറ്റോമാണെന്ന് അറിയാം. ഓക്കെ. അപ്പം ഈ ഡയാറ്റോമേഷ്യസ് എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. കോശഭിത്തി സിലിക്ക കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഹൈപ്പോത്തീക്കയും എപ്പിത്തീക്കയൊക്കെ സിലിക്ക കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ നിക്ഷേപങ്ങളാണ് എന്തെന്ന് പറയുന്നത്? അതായത് എല്ലാം കൂടെ നാശനത്തിന് ശേഷം ആ കോശഭിത്തി എല്ലാം കൂടെ കൂടിച്ചേർന്ന് കാണപ്പെടുന്നതിനാണ് നമ്മൾ ഡയാറ്റോമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. ഓക്കെ. ഡയാറ്റോമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്നത് ഡയാറ്റോമൈറ്റ് എന്ന് വിളിക്കും. ഓർ ഡയാറ്റോമൈറ്റ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ ഇവരെ വിളിക്കുന്ന പേരാണ് ഡയാറ്റോമൈറ്റ്. എന്താണ്? ഡയാറ്റോമൈറ്റ്. ഇതും ചോദിക്കത്തില്ല ചിലപ്പോൾ. ഡയാറ്റോമൈറ്റ് ഒന്നും ചോദിക്കത്തില്ല. അതല്ലാതൊരു പേര് ചോദിക്കും. അല്ലാതെ വിളിക്കും. ഓർ അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? ഇംഗ്ലീഷിൽ എഴുതാം ആദ്യം, എന്നിട്ട് മലയാളത്തിൽ നിങ്ങൾ അതിനെ എങ്ങനെ വേണോ എഴുതിക്കോ. കിസിൽഗർ. എന്താണ്ട്? SELGUR. കിസിൽഗർ. എന്താണ്ട്? കിസിൽഗർ. അപ്പൊ കിസിൽഗർ എന്നുള്ള ടേം ചോദിക്കാൻ സാധ്യതയുള്ള ടേമാണ് കിസിൽഗർ. മനസ്സിലായോടെ? അപ്പൊ കിസിൽഗർ എന്ന് പറയുന്നത് എന്താണ് കിസിൽഗർ എന്ന് പറയുന്നത്? എന്താണ് കിസിൽഗർ? ആരുടെ ഡയാറ്റംസിന്റെ ഡയാറ്റം എന്ന് പറയുന്ന ക്രൈസോഫൈറ്റിന്റെ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഗോൾഡൻ ബ്രൗൺ ആൽഗയുടെ എന്താണ്? ബോഡി പാർട്സ്, അല്ലേ? അതിന്റെ കോശഭിത്തി, നാശത്തിന് ശേഷമുള്ള കോശഭിത്തി എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് കാണപ്പെടുന്ന ഭാഗം, അതിനെയാണ് നമ്മൾ ഡയാറ്റോമേഷ്യസ് എർത്ത് എന്നോ ഡയാറ്റോമൈറ്റ് എന്നോ കിസിൽഗർ എന്നോ വിളിക്കുന്നത്. കിസിൽഗർ. ഓക്കെ. ക്ലിയർ ആണോടെ? ഓക്കെ ആണോ? അപ്പൊ കിസിൽഗറിനെ കുറിച്ച് ഇനി സംശയം വരത്തില്ലല്ലോ. ഓക്കെ. അപ്പം സിലിസിഫൈഡ് സെൽ വാൾ ഓഫ് ഡയാറ്റംസ് does not decay. The diatom shells accumulate at the bottom of the sea and from a rock-like deposits that is called diatomaceous earth or diatomite or കിസിൽഗർ. ഓക്കെ. ഓക്കെ. അപ്പൊ ഇത് ഈ ഡയാറ്റോമേസ് എർത്ത് അല്ലെങ്കിൽ കിസിൽഗർ, ഇവിടെ നിന്ന് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിന്റെ ഉത്തരം ഇതായിരിക്കും. ഈ കിസിൽഗർ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനൊക്കെ വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണയായിട്ട് കിസിൽഗറിന്റെ ഉപയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ, കിസിൽഗർ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ എടുക്കാറുണ്ട്, ഇൻഡസ്ട്രിയൽ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ പോളിഷ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റിന്റെ മലയാളമൊന്നുമില്ലല്ലോ. ടൂത്ത് പേസ്റ്റ് എന്ന് തന്നെയല്ലോ, പല്ല് തേക്കുന്ന ക്രീം, അല്ലേ? നിങ്ങൾ ടൂത്ത് പേസ്റ്റ്, അതുപോലെ തന്നെ വാർണിഷ്, അതുപോലെ തന്നെ ചില സിറപ്പുകൾ, ഇതൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് ആരെ ഉപയോഗിക്കുന്നത്? നമ്മുടെ കിസിൽഗറിനെ ഉപയോഗിക്കുന്നത്. കിട്ടിയോ? ഓക്കെ ആണോ? അതായത് ഇവിടെ തന്നെ വേറെ കാര്യങ്ങൾ ഓർത്ത് വെച്ചോളണം.
ഈ സിറപ്പ് എന്ന് പറയുമ്പോൾ സിറപ്പ് ഉണ്ടാക്കാനല്ല. സിറപ്പ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഇനി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് വെച്ചിട്ട് സിറപ്പ്, ഈ മണ്ണിനെ വെച്ചിട്ട് എന്ത് സിറപ്പ് ഉണ്ടാക്കാനെന്ന് വിചാരിക്കരുത്. സിറപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സിറപ്പ്, അതുപോലെ തന്നെ ഓയിൽസ്, എണ്ണകൾ, അതായത് ഒന്നും കൂടെ എഴുതാം ഞാൻ, സിറപ്പ് പ്ലസ് ഓയിൽ, എണ്ണകൾ. ഈ സിറപ്പിനെയും ഓയിലിനെയൊക്കെ ഫിൽട്ടർ ചെയ്യുന്നതിന് വേണ്ടി, സിറപ്പിനെയും ഓയിലിനെയൊക്കെ ശുദ്ധീകരിക്കാൻ, ഫിൽട്ടർ ചെയ്യാനാണ് എന്തുപയോഗിക്കുന്നത്? ആരുപയോഗിക്കുന്നത്? ആരുപയോഗിക്കുന്നത്? നമ്മുടെ കിസ്. കിസിൽ ഗർ ഉപയോഗിക്കുന്നത്. കിട്ടിയാ? സംഭവം കിട്ടിയാ? ഓക്കെ ആണോ? റെഡിയാണോ? റെഡിയാണോ? ഓക്കെ സാർ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ 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 സാർ. ഓക്കെ. ഈ ഒരൊറ്റ കാര്യം ഇവിടെ പഠിച്ചാൽ അത് തീർന്നു. ഡയറ്റംസ് എന്ത് ചോദിച്ചാൽ ഇത്രയേ ചോദിക്കത്തുള്ളൂ. HSIക്ക് ഇത്രയേ ചോദിക്കത്തുള്ളൂ. എന്ത് ചോദിച്ചാൽ നിങ്ങൾ എഴുതാൻ പറ്റും. ഈ ഡയാറ്റത്തിനെ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഡയാറ്റംസ്, ഓക്കെ, നമ്മൾ 2 ഗ്രൂപ്പുകളായിട്ട് സയൻറ്റിസ്റ്റുകൾ തിരിച്ചു വെച്ചിട്ടുണ്ട്. 2 ടൈപ്പുകളായിട്ട്. ഓക്കെ, ഡയാറ്റംസിനെ 2 ടൈപ്പുകളായിട്ട്, 2 ടൈപ്പ് ഡയാറ്റംസ് ഉണ്ട്. ഡയാറ്റംസ് 2 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഡയാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇതൊക്കെ എക്സാമ്പിൾ തന്നിട്ട് ചോദിക്കുമ്പോൾ ഇതൊക്കെ പഠിച്ചില്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ഒന്നാമത്തെ ടൈപ്പ് നമ്മൾ സാധാരണ പറയുന്നത് പെന്നേറ്റ് ഡയാറ്റം. പെന്നേറ്റ് ഡയാറ്റം. ഒന്നാമത്തേതാണ്ട് പെന്നേറ്റ് ഡയാറ്റം. ഒന്നാമത്തേതാണ് പെന്നേറ്റ് ഡയാറ്റം. ഒരു സെക്കൻഡ്. ഓക്കെ, ഒന്നാമത്തത് പെന്നേറ്റ് ഡയാറ്റം. ഒന്നാമത്തെ ആളെ പെന്നേറ്റ് ഡയാറ്റം, രണ്ടാമത്തെ ആളിനെ വിളിക്കുന്നതാണ് സെൻട്രിക് ഡയാറ്റം. എന്താണ്ട്? സെൻട്രിക് ഡയാറ്റം. ആ പേര് പോലെ തന്നെയാണ് ഇവരുടെ പ്രത്യേകതകൾ. ഓക്കെ ഓക്കെ, അതായത് ഒരു ബോട്ട് ഷേപ്പ്ഡ് ആയിട്ടുള്ള ഡയാറ്റംസ്, ബൈലാറ്ററലി സിമെട്രിക്. എന്താണ് ബൈലാറ്ററലി സിമെട്രിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബൈലാറ്ററലി സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമെട്രി നിങ്ങളെ ഞാൻ പഠിപ്പിച്ചില്ല. ഓക്കെ, എന്നാലും ഞാൻ ഒരു ചോദ്യമായിട്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. എന്താണ് എന്താണ്ട്? ശരീരത്തെ 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട്. അതായത് സിമെട്രിയെ നമ്മൾ മലയാളത്തിൽ പഠിക്കുമ്പോഴത്തേക്ക് സമമിതി എന്നുള്ള രീതിയിലാണ് പഠിക്കുന്നത്. സമമിതി എന്നാണ് പഠിക്കുന്നത് അല്ലേ? അതായത് ശരീരഭാഗങ്ങളുടെ വിന്യാസത്തിന്റെ രീതിയാണ് നമ്മൾ സിമെട്രി അഥവാ സമമിതി എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ചില ജന്തുക്കളെ ഒറ്റ പ്ലെയിനിലൂടെ, ഒരു തലത്തിലൂടെ മുറിച്ചാൽ മാത്രമേ 2 തുല്യ ഭാഗങ്ങളായിട്ട് കിട്ടും. ചില ജീവികളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു ജീവി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരൊറ്റ പ്ലെയിനിലൂടെ, ഓക്കെ, ഒറ്റ പ്ലെയിൻ, ഒരു തലത്തിലൂടെ ഇങ്ങനെ മുറിച്ചാൽ മാത്രമേ തുല്യ ഭാഗങ്ങളായിട്ട് കിട്ടത്തുള്ളൂ. ഇങ്ങനെ മുറിച്ചാൽ കിട്ടത്തില്ല. ഇങ്ങനെ മുറിക്കണം. ഓക്കെ, ഇങ്ങനെ മുറിച്ചാലേ നമ്മൾ അങ്ങനെയല്ലേ മുറിക്കാൻ പറ്റൂ? ആണോടെ? നമ്മൾ നേരെ മുറിച്ചാലല്ലേ തുല്യ ഭാഗം കിട്ടത്തുള്ളൂ. നമ്മളെ നേരെ മുറിച്ചാൽ തുല്യ ഭാഗം കിട്ടൂ? സംശയമായി പോട്ടെ, കുഴപ്പമില്ല. അത് പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു പ്ലെയിനിലൂടെ മാത്രം വിഭജിക്കാൻ കഴിയുന്നതാണെങ്കിൽ അത്തരത്തിലുള്ള സിമെട്രി നമ്മൾ എന്ത് പറയും? അത്തരത്തിലുള്ള സമമിതി നമ്മൾ എന്ത് പറയും? ബൈലാറ്ററൽ. അതായത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈലാറ്ററൽ എന്ന് വെച്ചാൽ ദ്വിപാർശ്വ സമമിതി. എന്ന് പറയുന്നത് ബോർഡ് മാറിപ്പോയി. ഓക്കെ, ദ്വിപാർശ്വ സമമിതി. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ. ദ്വിപാർശ്വ സമമിതി എന്ന് പറയുന്നത്, ഓക്കെ, ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയുന്നത് അല്ലേ? ഇനി ഈ മധ്യത്തിലൂടെ കടന്നു പോകുന്ന ഏത് ഭാഗത്തിലൂടെയും, ഏത് തലത്തിലൂടെയും, ഏത് അനന്തരിക തലത്തിലൂടെയും മുറിച്ചു കഴിഞ്ഞാലും തുല്യ ഭാഗങ്ങൾ കിട്ടുവാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? റേഡിയൽ എന്ന് പറയുന്നു അല്ലേ? റേഡിയൽ അല്ലെങ്കിൽ അരീയ സമമിതി എന്ന് പറയും. അരീയ സമമിതി അല്ലേ? ഇനി ഏത് ഭാഗത്തിലൂടെയും മുറിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല ചില ജീവികൾ. അങ്ങനെയുള്ളതാണെങ്കിലോ അതിനെ നമ്മൾ അസമമിതം അല്ലെങ്കിൽ എസിമെട്രി അല്ലേ? അസമമിതം. അങ്ങനെ 3 എണ്ണേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ആ ഭാഗം പഠിപ്പിക്കുമ്പോഴത്തേക്ക് അതിന് ഉദാഹരണങ്ങളും കാര്യങ്ങളും നമുക്ക് അവിടെ പഠിക്കേണ്ടത്, ഈ നമ്മൾ ഫൈലംസ് പഠിക്കത്തില്ലേ? ഫൈലംസ്
ഫൈലംസ് പഠിക്കുമ്പോഴാണ് ഇത് ഉപകാരമായിട്ട് വരുന്നത്. കാരണം അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരു ജീവി തന്നിട്ട് അത് ഏത് സമമിതിയിൽ പെട്ടതാണ്, അല്ലെങ്കിൽ ഈ ഫൈലത്തിലുള്ള ജീവികൾ പ്രധാനമായിട്ടും ഏത് സമമിതിയിൽ പെട്ടതാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതവിടെ വരുന്നത്. അപ്പം ദ്വിപാർശ്വ സമമിതിയും അരീയ സമമിതിയും അസമമിതിയും ഒക്കെ അവിടെ നമ്മളെ പഠന ഭാഗമായിട്ട് വരും. ഇവിടെ നിങ്ങൾ ഇപ്പം പെന്നേറ്റ് ഡയാറ്റം നോക്കുമ്പോൾ പെന്നേറ്റ് ഡയാറ്റം എന്ന് പറയുന്നത് ഏത് സമമിതിയിൽ പെട്ടതാണ്? ഏത് സമമിതിയിൽ പെട്ടതാണ്? ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ് അല്ലേ? പെന്നേറ്റ് ഡയാറ്റം എന്ന് പറയുമ്പോൾ പെന്നേറ്റ് ഡയാറ്റം ബൈലാറ്ററൽ സിമെട്രിക്കൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ട് ഇങ്ങനെ ഇരിക്കും. പെന്നേറ്റ് ഡയാറ്റം എന്ന് പറയുമ്പോൾ ദിസ് ഈസ് പെന്നേറ്റ് ഡയാറ്റം. ഓക്കെ, ഒരു സെക്കൻഡ്, ബോർഡ് വീണ്ടും ഇഷ്യൂസ് വന്നു. നിങ്ങൾക്ക് ബോർഡ് പോയോ? ബോർഡ് പോയിട്ടുണ്ടോ? നിങ്ങൾക്ക് ബോർഡ് പോയോ? ബോർഡ് വന്നോ? ബോർഡ് ഉണ്ടോ? വന്നു സാർ. വന്നു. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് പെന്നേറ്റ് ഡയാറ്റം. പെന്നേറ്റ് ഡയാറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ബൈലാറ്ററൽ സിമെട്രി ആയിരിക്കും. ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും പെന്നേറ്റ് ഡയാറ്റം എന്ന് പറയുന്നത്. ഹൈപ്പോത്തീക്കയും എപ്പിത്തീക്കയും. ഓക്കെ, പെന്നേറ്റ് ഡയാറ്റം നേരെയായിട്ട് അങ്ങനെയുള്ളത് പെന്നേറ്റ് ഡയാറ്റം. അപ്പം ഇത് സാധാരണയായിട്ട് അതിനൊരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, മർമ്മം ഉണ്ടായിരിക്കും, പിന്നെ എപ്പിത്തീക്ക ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഹൈപ്പോത്തീക്ക ഉണ്ടായിരിക്കും. രണ്ടും ഉണ്ടായിരിക്കും, രണ്ട് ഭാഗങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇതിനെ തുല്യമായിട്ടുള്ള ഒരു പ്ലെയിനിലൂടെ മുറിച്ചാൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, തുല്യ ഭാഗങ്ങളായിട്ട് മാറ്റാൻ പറ്റുന്നത്. അപ്പം ഇത് കാരണം ഈ ചോദ്യം അവിടെ വരും. നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ ഈ ചോദ്യം വരും. ഡയാറ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോൾഡൻ ബ്രൗൺ ആൽഗ എന്ന് പറയുന്നത്, സുവർണ ബ്രൗൺ പായലുകൾ, ഗോൾഡൻ ബ്രൗൺ എന്നേ ചോദിക്കത്തുള്ളൂ. ഗോൾഡൻ ബ്രൗൺ ആൽഗ അല്ലെങ്കിൽ ഡയാറ്റം ഏത് സമമിതിയിലാണ് ഉൾപ്പെടുന്നത്? അല്ലെങ്കിൽ ഡയാറ്റത്തിലെ പെന്നേറ്റ് ഡയാറ്റം, അങ്ങനെ തന്നെ ചോദിക്കും. പെന്നേറ്റ് ഡയാറ്റത്തിന്റെ സമമിതി ഏതാണ്? പെന്നേറ്റ് ഡയാറ്റം ഏത് സമമിതിയാണ്? ദ്വിപാർശ്വ സമമിതിയിലുള്ളതാണ്. പിന്നെ ഇത് കണ്ട ലുക്ക് ലൈക്ക് എ ബോട്ടിൽ, ഒരു ബോട്ട് പോലെ അല്ലേ, ഒരു വാൽവ് പോലെ, ഒരു ബോട്ട് ഷേപ്പിൽ, ബോട്ടിന്റെ ആകൃതിയിൽ, ആകൃതിയിലാണ് ഇത് കാണപ്പെടുന്നത്. ഒരു ബോട്ടിന്റെ ആകൃതി ആണ് ഇത് കാണപ്പെടുന്നത്. അത്രേ ഉള്ളൂ പെന്നേറ്റ് ഡയാറ്റം. പെന്നേറ്റ് ഡയാറ്റത്തെ കുറിച്ച് പഠിക്കാൻ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ആണ് സെൻട്രിക് അല്ലേ? സെൻട്രിക് ഡയാറ്റം. ഈ മലയാളീകരിച്ച് എഴുതുമ്പോൾ സ്പെല്ലിംഗ് ഒക്കെ അങ്ങോട്ട് മാറും. നിങ്ങളത് വിഷമിക്കേണ്ട, നിങ്ങൾ നിങ്ങളുടെ രീതി എഴുതിക്കൊണ്ടാൽ മതി. ഓക്കെ, ഇംഗ്ലീഷിനെ മലയാളീകരിക്കുമ്പോഴത്തേക്ക് അക്ഷരങ്ങളൊക്കെ അങ്ങോട്ട് മാറും, അതിന് കാര്യമാക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം സെൻട്രിക് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലെ, വൃത്താകൃതിയിലുള്ള അല്ലേ, സർക്കുലർ ആയിട്ടുള്ള അല്ലേ, വൃത്താകൃതിയിലുള്ള ഡയാറ്റംസ് ആണ് സെൻട്രിക് ഡയാറ്റംസ്. സെൻട്രൽ ആയിട്ടുള്ള, അതായത് ഇങ്ങനെ സെൻട്രലായിട്ടിരിക്കുന്ന വൃത്താകൃതിയിരിക്കുന്ന ഡയാറ്റംസ്, ഇങ്ങനെ വൃത്താകൃതിയിരിക്കുന്ന ഡയാറ്റംസ് ആണ്. ഇതേപോലെ ന്യൂക്ലിയസ് ഒക്കെ കാണും, പിന്നെ അതിൻ്റെ മറ്റു സ്ട്രക്ചേഴ്സ് ഒക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ടൈപ്പിലുള്ള ഡയാറ്റംസിനെയാണ് നമ്മൾ സാധാരണയായിട്ട് സെൻട്രിക് ഡയാറ്റംസ് എന്ന് പറയുന്നത്. ഒരു ഇറഗുലാർ പാറ്റേണിലായിട്ടുള്ള, അതായത് വ്യക്തമായിട്ടുള്ള ഒരു റെഗുലാരിറ്റി ഇല്ലാത്ത പോളിഗോണലായിട്ടുള്ള ഒരാളാണ് നമ്മുടെ സെൻട്രിക് ഡയാറ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ എന്താ പറയുക, എക്സാമ്പിൾ പറഞ്ഞില്ലല്ലേ നമ്മൾ ഇതിൻ്റെ ആ എക്സാമ്പിൾ എന്നാണ് ചോദിക്കുന്നത് പരീക്ഷയ്ക്ക്. നമുക്ക് അവിടെ പഠിക്കാനുണ്ട്, മറ്റിടത്ത് പഠിക്കാനുണ്ട്. ഈ പിന്നേറ്റ് ഡയാറ്റത്തിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞായിരുന്നോ? ആ, പിന്നുലേറിയ, അത് തന്നെ, പിന്നുലേറിയ, അത് തന്നെ, പിന്നുല അല്ലെങ്കിൽ പിന്നുലേറിയ. നിങ്ങൾക്ക് ബോർഡ് ചിലപ്പോൾ ഒന്ന് മിസ്സായി കാണും, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ പിന്നുലേറിയ ഓർത്ത് വെച്ചോളണം, ഇനി മറന്നു പോരുത്. പിന്നുലേറിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്ടേ പിന്നുലേറിയ എന്ന് പറഞ്ഞാൽ ആരാണ്?
അതൊരു ഡയാറ്റമാണ്, അതൊരു ഫോട്ടോസിന്തറ്റിക് ക്രൈസോഫൈറ്റ് ആണ്, അതിന് ദ്വിപാർശ്വ സമമിതിയാണ്, അത് ബോട്ടിന്റെ ആകൃതിയാണ്. ഓക്കെ ഓക്കേടെ, ക്ലിയർ ആയ അടുത്ത രണ്ടാമത് നമ്മൾ ശരി. പറഞ്ഞാൽ സെൻട്രിക് ഡയാറ്റം വൃത്താകൃതിയിലുള്ളതാണ്. അതുപോലെ തന്നെ പോളിഗോണൽ ആകൃതിയാണ്. വൃത്താകൃതി മീൻസ് അത് പോളിഗോണലായിട്ടാണ് ഇരിക്കുന്നത്, ഇറഗുലാരിറ്റി ഉള്ളതാണ്. ഇതിന്റെ സിമെട്രിയും പഠിച്ചു വെച്ചിരിക്കണം. ഇതിന്റെ സിമെട്രി നമ്മൾ നേരത്തെ പറഞ്ഞ എന്ത് സിമെട്രി ഉണ്ടേ, ഇപ്പൊ റൗണ്ട് ആയിട്ടുള്ളത് എങ്ങനെയാണ് മുറിക്കാൻ പറ്റുന്നത് നമുക്കറിയാമല്ലോ. എങ്ങനെയാണ് മുറിക്കാൻ പറ്റുന്നത്, എങ്ങനെ മുറിച്ചാൽ കിട്ടും? ഏത് അനുദൈർഘ്യത്തിലൂടെ മുറിച്ചു കഴിഞ്ഞാലും തുല്യ ഭാഗങ്ങളായിട്ട് നമുക്ക് വിഭജിക്കാൻ പറ്റും. ഇങ്ങനെ മുറിച്ചാലും നമുക്ക് കിട്ടും, നടുക്കൂടെ എങ്ങനെ പോവും. ഇങ്ങനെ മുറിച്ചാലും തുല്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും, ഇങ്ങനെ മുറിച്ചാലും തുല്യമായിട്ട് എടുക്കാൻ പറ്റും. സോറി, വായിക്കാത്തൊരു സാധനം കയറിപ്പോയി, അതാ എല്ലാ ലൈറ്റും അണഞ്ഞില്ലേ, പഠിപ്പിക്കുന്ന സ്ഥലത്ത് ലൈറ്റ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എങ്ങനെ മുറിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്ലെയിൻ കിട്ടും അല്ലേ. അങ്ങനെയുള്ള പ്ലെയിൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിമെട്രിയാണ് എന്താണ്ട് റേഡിയൽ സിമെട്രി. അതായത് മധ്യത്തിലൂടെ കടന്നു പോകുന്ന ഏത് അനുദൈർഘ്യത്തിലൂടെ മുറിച്ചാലും അല്ലേ, ഈ മധ്യത്തിലൂടെ കടന്നു പോകുന്ന ഏത് അനുദൈർഘ്യത്തിലൂടെ മുറിച്ചു കഴിഞ്ഞാലും തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കാൻ പറ്റുമെങ്കിൽ അത്തരത്തിലുള്ള സിമെട്രി നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയൽ സിമെട്രി. അല്ലെങ്കിൽ റേഡിയൽ സിമെട്രി എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല, റേഡിയൽ എന്ന് ചോദിക്കത്തില്ല, അത് കറക്റ്റ് അങ്ങനെയാണ് ചോദിക്കും. റേഡിയൽ സിമെട്രിയുടെ മലയാളം എന്താണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ അരീയ സമമിതി. അപ്പൊ അരീയ സമമിതി കാണിക്കുന്ന ഒരാളാണ് നമ്മൾ നേരത്തെ ആദ്യം നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഡയാറ്റത്തെ കുറിച്ച് അവിടെ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതി. ആ ഡയാറ്റത്തിന് എക്സാമ്പിൾ ഏതൊക്കെ പറഞ്ഞു തന്നത്? ഡയാറ്റത്തിന് എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു പറയാം? സിമ്പല്ലേയും പിന്നിലേയും. അതിൽ സിമ്പല്ലയാണ് ഇതിന്റെ എക്സാമ്പിൾ. ഇപ്പൊ രണ്ടും റെഡി ആയില്ലേ? സിമ്പല്ല റെഡി ആയില്ലേ? അപ്പൊ സിമ്പല്ല റൗണ്ടിനുള്ളത്, പെന്നുലേറിയ നീണ്ടിരിക്കുന്നത്. അതിന്റെ സമമിതി എന്ന് പറയുന്നത് ദ്വിപാർശ്വ സമമിതിയാണ്, പെന്നുലേറിയുടേത്. എന്നാൽ സെൻട്രിക് ആയിട്ടുള്ള ഡയാറ്റം അതല്ലെങ്കിൽ സിമ്പല്ലയുടെ സമമിതി അരീയ സമമിതിയാണ്. കിട്ടിയാ? റെഡിയല്ലേ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ആരെ പറ്റിയായിരുന്നു? ക്രൈസോഫൈറ്റ്സിലെ ഡയാറ്റത്തെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് അല്ലേ? ഡയാറ്റത്തെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ട് വന്നത്. ഇനി ആരാ ഉള്ളേ? ഡെസ്മിഡ്സ് അല്ലേ? ഡെസ്മിഡ്സ് ആണ്. നെക്സ്റ്റ് ഡെസ്മിഡ്സ്. ഓക്കെ, ഡെസ്മിഡ്സ് ആണ്. നെക്സ്റ്റ് ഡെസ്മിഡ്സിനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത് മറക്കരുത്. അപ്പൊ സമുദ്രത്തിലെ ഏറ്റവും പ്രധാന ഉൽപാദകർ എന്നറിയപ്പെടുന്ന ആരാണ്? ഡയാറ്റംസ് ആണ്. ഓക്കെ, ഇനി അപ്പൊ ഡെസ്മിഡ്സിനെ കുറിച്ച്. അപ്പൊ ഡെസ്മിഡ്സും ഇതേപോലെ തന്നെ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഏകകോശ ജീവികളാണ്. ഏകകോശ ജീവികൾ തന്നെയാണ് ഡെസ്മിഡ്സും. ഡെസ്മിഡ്സ് ഫോട്ടോസിന്തറ്റിക് ആണോ? ഡെസ്മിഡ്സ് അല്ല. ഡെസ്മിഡ്സ് ഫോട്ടോസിന്തറ്റിക് അല്ല. ഓക്കെ, ഡെസ്മിഡ്സ് ഫോട്ടോസിന്തറ്റിക് അല്ല കേട്ടോ, ഓർത്ത് വെച്ചോളണം. ഡെസ്മിഡ്സ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തറ്റിക് അല്ല. ഡയാറ്റംസ് ആണ് ഫോട്ടോസിന്തറ്റിക്, ഡെസ്മിഡ്സ് ഫോട്ടോസിന്തറ്റിക് അല്ല, ഓർത്ത് വെച്ചോളണം. അപ്പം പ്രകാശ സംശ്ലേഷണം നടത്താനുള്ള കഴിവ് ഇല്ല, ഫോട്ടോസിന്തറ്റിക് അല്ല. നമ്മൾ കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് ചോദിക്കും, പരീക്ഷയ്ക്ക് അത് തന്നെ ചോദിക്കുകയും ചെയ്യും സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. ഡെസ്മിഡ്സ്, ക്രൈസോഫൈറ്റ്സിലെ ഡെസ്മിഡ്സ് ഉൽപാദകരാണ്, പ്രാഥമിക ഉൽപാദകരാണ്, സമുദ്രത്തിലെ പ്രാഥമിക ഉൽപാദകരാണ്. സ്റ്റേറ്റ്മെന്റ് ശരിയാ തെറ്റാ? ശരിയാ തെറ്റാടെ?
തെറ്റ്. തെറ്റാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ഡെസ്മിഡ്സിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഡെസ്മിഡ്സ് ഒരു 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 വ്യത്യസ്ത തരത്തിലുള്ള ക്രൈസോഫൈറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഇതിൽ ഈ ഡെസ്മിഡ്സ് വളരെ മൈന്യൂട്ടായിട്ട്, അതായത് ഒരിക്കലും ചീഫ് പ്രൊഡ്യൂസേഴ്സ് അല്ല, മെയിനായിട്ടുള്ള ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ആളുമല്ല ഡെസ്മിഡ്സ് എന്ന് പറയുന്നത്. ഡെസ്മിഡ്സ് ഒരിക്കലും സമുദ്രത്തിലെ മെയിൻ ഫോട്ടോസിന്തറ്റിക് ആയിട്ട് ആളല്ല. എന്നാൽ ഇവരിലെ ഡെസ്മിഡ്സിലെ ചില ആൾക്കാർക്ക് എന്തിനുള്ള കഴിവുണ്ട്? ഫോട്ടോസ്. ഫോട്ടോസിന്തസിസ് നടത്താനുള്ള കഴിവുണ്ട്. ഓക്കെ. അതായത് എന്താ പറയുക, ഇതിനെ നമ്മൾ കോമൺ ആയിട്ട് ഡെസ്മിഡ്സിനെ ഡെസ്മിഡൈൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ഡെസ്മിഡൈൽ എന്നാണ് ഇവരെ വിളിക്കുന്നത്. ഈ ഡെസ്മിഡൈലിനെ മനസ്സിലാക്കാൻ വേണ്ടി പൊതുവെ അറിയപ്പെടുന്ന പേരാണ് ഡെസ്മിഡ്സ്. അപ്പം ഡെസ്മിഡ്സ് വരുന്ന ഗ്രൂപ്പ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുമ്പോൾ ഞെട്ടും. ഇതാണ് ഡെസ്മിഡ്സ് വരുന്ന ഗ്രൂപ്പ്. എന്തായിരിക്കും? അത് തന്നെ എന്തായിരിക്കും? അപ്പൊ ഡെസ്മിഡ്സ് എന്ന് വെച്ചാൽ ആരായിരിക്കും? പച്ച ആൽഗയാണ്, ഗ്രീൻ ആൽഗയാണ്. ഡെസ്മിഡ്സ് എന്ന് വെച്ചാൽ ഗ്രീൻ ആൽഗയാണ്. ഓക്കെ. അപ്പം ഇത് ഞാൻ പറഞ്ഞു ഏകകോശ ജീവികളാണ്. ചില ആൾക്കാർ കോളനിയായിട്ട് കാണപ്പെടുന്നുണ്ട്. ചിലതിൽ ഫിലമെന്റസ് ആയിട്ടുള്ളതുമുണ്ട്, ഫിലമെന്റ് ടൈപ്പിലുള്ളതുമുണ്ട്. അതുപോലെ തന്നെ കോളനി ആയിട്ടും കാണപ്പെടുന്നുണ്ട്. ഇവ കാണപ്പെടുന്നുണ്ട്, ഡെസ്മിഡ്സ് കാണപ്പെടുന്നുണ്ട്. ഓക്കെ. പിന്നെ ഈ നമ്മുടെ ഈ ഡെസ്മിഡ്സിനെ പറ്റി ഓർക്കുമ്പോഴത്തേക്ക് പിന്നെ പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണ്, അതായത് ഒരു പോയിന്റ് അവിടെ കുറിച്ചിട്ടിരിക്കുക. ചില വർഗങ്ങൾ, ചില സ്പീഷീസുകൾ എന്ത് ചെയ്യുന്നു? ചില വർഗങ്ങൾക്ക് എന്നുള്ള കഴിവുണ്ട്? ഫോട്ടോസിന്തസിസിനുള്ള കഴിവുണ്ട്. ഇങ്ങനെ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുമ്പോഴത്തേക്ക് മറ്റേ ആളെ കുറിച്ച് വിട്ടുപോകരുത്. പ്രാഥമിക ഉൽപാദകർ എന്ന് പറയുന്നത് സമുദ്രത്തിലെ ഡെസ്മിഡ്സ് അല്ല, ഡയാറ്റംസ് ആണ്. ഓക്കെ, ഡയാറ്റംസ് ആണ്. ഓക്കെ, ക്ലിയർ ആയടെ? ഇത്രയേ ഉള്ളൂ ഡെസ്മിഡ്സിനെ പറ്റി ഓർക്കാനായിട്ട്, ഇത്രയേ ഉള്ളൂ. ഓക്കെ. ഇതിനെക്കുറിച്ച് ബോട്ടണിയിൽ നമുക്ക് ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിക്കാനുണ്ട്. സ്പാഗ്നോ ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക്, മോസസ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഡെസ്മിഡ്സിനെ എടുത്തിട്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിക്കാനുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഇത്രയും പഠിച്ചാൽ മതി. ഇത്രയും കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി കേട്ടോ. വേറെ ഒന്നും ഇതിനെപ്പറ്റി അറിയാനില്ല. പിന്നെ ഇവിടെ ഇതിൻ്റെ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സിമെട്രി കാര്യങ്ങൾ അത്രയും ഒരു ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല. പിന്നെ ജലാറ്റിനസ് കവറിൻ്റെ കാര്യവും ബോഡി കവർ ചെയ്തിരിക്കുന്നതും റീപ്രൊഡക്ഷൻ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ ഉണ്ട്. പക്ഷെ അതൊന്നുമില്ല. അതായത് രണ്ടും തമ്മിലൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത്, ഒന്നിന് ഏറ്റവും നല്ല പ്രകാശ സംശ്ലേഷണ പ്രക്രിയ നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഡെസ്മിഡ്സിനെ സംബന്ധിച്ചിടത്തോളം അതില്ല. ചില ആൾക്കാരിൽ മാത്രമേ അത് കാണപ്പെടുന്നുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. ഇത്രയും ഡെസ്മിഡ്സിനെ കുറിച്ച് നിങ്ങൾ ഓർക്കേണ്ടതുള്ളൂ. പിന്നെ അവിടെ വരുന്നത് ഡയനോഫ്ലജലേറ്റ്സ് ആണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, നമ്മുടെ ഒക്കെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് വിട്ടുപോവുകയാണ്. നെക്സ്റ്റ് ഡയനോ അല്ലേ? ഇനി അടുത്ത ഗ്രൂപ്പിൽ വരുന്ന ആരാണ്? അടുത്ത ഗ്രൂപ്പിൽ വരുന്ന ഡയനോഫ്ലജലേറ്റ്സ് അല്ലേ? രണ്ടാമത്തത് ക്രൈസോഫൈറ്റ് കഴിഞ്ഞാൽ ഡയനോഫ്ലജലേറ്റ് അല്ലേ? ആണോ? ആണ്. രണ്ടാമത്തെ ആളാണ് ഡയനോഫ്ലജലേറ്റ്സ്. സെക്കൻഡ് പ്രോട്ടോസോവൻസ് ആണ് ഡയനോഫ്ലജലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ആ ഡയനോഫ്ലജലേറ്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്താൽ മതി. ഫുള്ള് ചാടി കയറിയിട്ട് പഠിക്കേണ്ട, അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഡയനോഫ്ലജലേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതും ആര് തന്നെയാണ്? നമ്മൾ പറഞ്ഞു ഏകകോശങ്ങളായിട്ടുള്ള ആര് തന്നെയാണ്? ഏകകോശ ആൽഗകൾ തന്നെയാണ്. ഈ ഡയനോഫ്ലജലേറ്റ്സ് ശുദ്ധജലത്തിലും മറൈൻ വാട്ടറിലും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഓക്കെ. പിന്നെ ഇവയ്ക്കുള്ള മറ്റൊരു പ്രത്യേകത, ഇവിടെ നമ്മൾ പഠന വിഷയമാക്കേണ്ട 2-3 കേസസുകളാണ് ഈ ഡയനോഫ്ലൈറ്റ്സ് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്, അതായത് മോസ്റ്റ് ഓഫ് ദം എന്താണ്, സമുദ്രജീവികളാണ് കേട്ടോ. ഭൂരിഭാഗവും ആരാണ് എവിടെയാണ് കാണപ്പെടുന്നത്? കൂടുതലും എവിടെ കാണപ്പെടുന്നതാണ്? കൂടുതലും സമുദ്രജീവികളാണ്. സമുദ്രജീവികൾ എന്ന് വെച്ചാൽ മറൈനാണ് എന്നുള്ളത് കേട്ടോ. കൂടുതലും മറൈനായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ. അതായത് ഇവര് സാധാരണ ഒരു ആർമേഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അതായത് ഇവരുടെ ബോഡി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലേറ്റ് ലേക്ക് സ്ട്രക്ചർ, ആർമേഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഇങ്ങനെ ഈ പടച്ചട്ടകളൊക്കെ കൊണ്ടുണ്ടാക്കിയത് പോലുള്ള ആർമേഡ് ആയിട്ടുള്ള സ്ട്രക്ചറായിട്ടായിരിക്കും ഇവർ ഇങ്ങനെ കാണപ്പെടുന്നത്. ഈ ഒരു രീതിയിലായിരിക്കും ഇവരിരിക്കുന്നത്. അതിൽ പടച്ചട്ടകൾ ബോഡി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആർമേഡ് ആയിട്ടുള്ള സ്ട്രക്ചറിലായിരിക്കും അവരിരിക്കുന്നത്. ഈ ഒരു രൂപത്തിലായിരിക്കും ഈ ആൾക്കാർ കാണപ്പെടുന്നത്. ഓക്കെ ഓക്കെ, അതൊന്നും വേണ്ട, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും കാണാം. അപ്പം ഇവരുടെ കോശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതാണ് ഇനി തൊട്ടുള്ള പോയിന്റുകളാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇവരുടെ കോശങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഫ്ലജല്ല ഉണ്ട്, അത് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഡയനോ ഫ്ലജല്ലേറ്റ്സ് എന്നല്ല, അപ്പോൾ ഫ്ലജല്ല കാണുമല്ലോ. ഓക്കെ, ഫ്ലജല്ല കാണും, അപ്പം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഓക്കെ ഓക്കെ. അപ്പം ഇവരുടെ ബോഡിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇവരുടെ ബോഡിയിൽ, ശരീരത്തിൽ കോശങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒത്തിരി വർണ്ണകങ്ങൾ, നിറങ്ങൾ കാണാൻ പറ്റും. അതായത് ഇവരുടെ കോശത്തിൽ ഒത്തിരി വർണ്ണങ്ങൾ, നിറങ്ങൾ നമുക്ക് കാണാം. അതായത് കോശത്തിൽ കാണപ്പെടുന്ന ഈ വർണ്ണങ്ങൾ അനുസരിച്ച്, ഈ വർണ്ണങ്ങളെ ബേസ് ചെയ്തുകൊണ്ട്, ഈ വർണ്ണങ്ങൾ അനുസരിച്ച്, കോശത്തിൽ കാണപ്പെടുന്ന ഈ വർണ്ണങ്ങളെ അനുസരിച്ച് പല നിറങ്ങളിലായിട്ട് കാണപ്പെടുന്നുണ്ട്. പല നിറങ്ങൾ, അതായത് കോശത്തിലെ വർണ്ണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ജൈവ കണങ്ങൾ അനുസരിച്ചുകൊണ്ട്, പിഗ്മെന്റ്സ് അനുസരിച്ചുകൊണ്ട് പല നിറങ്ങളിൽ ഇവയെ കാണപ്പെടുന്നുണ്ട്. അതായത് മഞ്ഞയായിട്ട് കാണപ്പെടുന്നുണ്ട്, പച്ചയായിട്ട് കാണപ്പെടുന്നുണ്ട്, തവിട്ട് നിറത്തിൽ കാണപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ നീല നിറത്തിൽ കാണപ്പെടുന്നുണ്ട്. അപ്പം ഇങ്ങനെ പല വർണ്ണങ്ങളിലായിട്ട് ഇവരെ നമുക്ക് കാണാൻ പറ്റും. മഞ്ഞ നിറത്തിലുള്ള ഡയനോഫ്ലൈലേഴ്സ് ഉണ്ട്, പച്ച നിറത്തിലുള്ള ഡയനോഫ്ലൈലേഴ്സ് ഉണ്ട്, തവിട്ട് നിറത്തിലുണ്ട്, നീല നിറത്തിലുണ്ട്. ഇപ്പം പച്ചയാണെങ്കിൽ ഏത് വർണ്ണകണമായിരിക്കും കാണപ്പെടുന്നത്? ഏത് വർണ്ണകണമായിരിക്കും ഇവിടെ പച്ചയാണെങ്കിൽ? ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റാ? ക്ലോറോഫിൽ അല്ലേ? വർണ്ണകണം. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റിനകത്താണ് ക്ലോറോഫിൽ ഇരിക്കുന്നത്, അല്ലേ? ഇനി മഞ്ഞയാണെങ്കിലോ? മഞ്ഞയാണെങ്കിൽ ഏതാണ്ട് സാന്തോഫിൽ. അല്ലെങ്കിൽ സാന്തോഫിൽ പറയുമ്പം നമ്മൾ എവിടെ പറയുന്നത്? സാന്തോഫിൽ ആരുടെ കേസിലാ? പ്ലാന്റിന്റെ കേസിൽ, അല്ലേ? പ്ലാന്റ്സിന്റെ കേസിലാണ് നമ്മൾ സാന്തോഫിൽ പറയണം. ഇത് അനിമൽ ആണല്ലോ, ഇതൊരു അനിമൽ ആയിട്ടാണല്ലോ കൺസിഡർ ചെയ്യുന്നത്. പൊട്ടൻഷ്യ ആൽഗയാണെങ്കിലും അനിമൽസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പം നമ്മളിപ്പം ക്യാരറ്റിൽ കാണപ്പെടുന്ന വർണ്ണകണം ഉണ്ടല്ലോ, ഏതാണത്? ബീറ്റ കരോട്ടിൻ. ആ ബീറ്റ കരോട്ടിനാണ് ഈ മഞ്ഞ കൊടുക്കുന്നത്. ഓക്കെ, ഇനി വേണമെങ്കിൽ സാന്തോഫിൽ എന്നാണ് പരീക്ഷ ചോദിക്കണമെങ്കിൽ അതും ശരിയാണ്. സാന്തോഫിലാണെങ്കിൽ സാന്തോഫിലും ശരിയാണ്. പ്രധാനമായിട്ട് പറയുമ്പോഴത്തേക്ക് സാന്തോഫിൽ പ്ലാന്റ് എന്നുള്ള ലെവലിലാണ് പറയുന്നത്. ഇതൊരു പ്ലാന്റ്, ആക്ച്വലി ആൽഗയാണ്, കൂടാതെ അതൊരു പൊട്ടിസ്റ്റയാണ് എന്നുള്ള കാര്യത്തിൽ. അപ്പം സാന്തോഫിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും തെറ്റില്ല. ഇനി നിങ്ങൾ സാന്തോഫിൽ എന്ന് മാത്രമേ ഉള്ളൂ, ബീറ്റ കരോട്ടിൻ അവിടെ തന്നിട്ടില്ല ഓപ്ഷൻ. മഞ്ഞ നിറത്തിലുള്ള ഡയനോഫ്ലൈലേഴ്സിൽ മഞ്ഞ നിറത്തിന് മഞ്ഞ നിറം കൊടുക്കുന്ന വർണ്ണവസ്തു താഴെ പറയുന്നതിൽ ഏതാണ് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒന്നാമത്തെ ഓപ്ഷൻ എ സാന്തോഫിൽ ആയിരിക്കും, ഓപ്ഷൻ ബി ബീറ്റ കരോട്ടിൻ ആയിരിക്കും, ഓപ്ഷൻ സി എന്ന് പറയുന്നത് സാന്തോഫിലും ബീറ്റ കരോട്ടിനും ഒന്നായിരിക്കും, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ബീറ്റ കരോട്ടിൻ മാത്രം. എന്നിട്ട് തന്നിരിക്കുന്ന ഓപ്ഷനുകൾ ഇങ്ങനെ ആയിരിക്കും: എ ശരിയാണ്, ബി ശരിയാണ്, എയും ബിയും
സിയും ശരിയാണ്, എയും ബിയും സിയും ശരിയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ വരുന്നത് എന്താണ്? എയും ഡി ആൻഡ് ബീറ്റ കരോട്ടിൻ മാത്രമാണ് പറഞ്ഞത്. ബീറ്റ കരോട്ടിൻ മാത്രമാണ് പറഞ്ഞത്. ഓക്കെ, എയും ബിയും സിയും ഡിയും. ഞാൻ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി തെറ്റിപ്പോന്നുള്ളൂ. ശരിയാണ്. ഇതിൽ ഉത്തരം ഏതാ? എയും ബിയും സിയും ഡി. നാലാമത്താണ് എയും ബിയും സിയും ഡിയും ആണ് ശരിയായിട്ടുള്ളത് അല്ലേ? സാന്തോഫിലിനും കൊടുക്കുന്നുണ്ട്, ബീറ്റ കരോട്ടിനും കൊടുക്കുന്നുണ്ട്, ഒക്കെ രണ്ടും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കാരണം സി എന്ന് പറയുന്നത് സാന്തോഫിലിനും ബീറ്റയുണ്ട്, ഡി ബീറ്റ കരോട്ടിനും മാത്രമായിട്ടുണ്ട്. അപ്പോൾ നാലാമത്തെ ഓപ്ഷനാണ് ശരി. അപ്പം അങ്ങനെ ആ ഒരു ലെവലായിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളോട് ചോദിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വെച്ച് പോകരുത്. അതുകൊണ്ട് ഞാനത് പറഞ്ഞത്. അപ്പം സാന്തോഫിൽ ഓക്കെ. പക്ഷേ സാധാരണയായിട്ട് നമ്മുടെ നെറ്റിന് ചോദിച്ച ക്വസ്റ്റ്യനിൽ ഞാനിതിവിടെ ഊന്നി പറയാൻ കാരണം അതാണ്. നെറ്റിൻ്റെ ആണോ ഏതോ ഒരു എക്സാമിൽ അവിടെ ചോദിച്ചപ്പോഴത്തേക്ക് ആ ക്വസ്റ്റ്യനിൽ ഓക്കെ, ആ ചോദ്യത്തിൽ കണ്ടത് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ആ ചോദ്യത്തിൽ കണ്ടത് ഇങ്ങനെയായിരുന്നു. അതായത് ഞാൻ മലയാളീകരിക്കണത് ഗോൾഡൻ ബ്രൗൺ ഡയനോഫ്ലജല്ലേറ്റ്സ്. അല്ലേ? ഗോൾഡൻ ബ്രൗൺ ഡയനോഫ്ലജല്ലേറ്റ്സിൽ കാണപ്പെടുന്ന വർണ്ണകണം, പിഗ്മെന്റ് ഏതാണെന്നുള്ളതാണ് ചോദിച്ചത്. ഗോൾഡൻ ബ്രൗൺ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഏതാ തവിട്ടല്ലേ? ഈ തവിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ? തവിട്ട് നിറത്തിലുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നത് ഗോൾഡൻ ബ്രൗൺ. അപ്പം നമ്മൾ ഗോൾഡൻ ബ്രൗൺ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഗോൾഡ് എന്നുള്ള നിറം കേൾക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ആര് വരും? ഗോൾഡിന്റെ നിറം എന്താണ്? മഞ്ഞയാണ് അല്ലേ? ഗോൾഡ് നിറം മഞ്ഞയാണെന്ന് കണ്ടുകൊണ്ട് അവിടുത്തെ എ ഓപ്ഷൻ എന്ന് പറയുന്നത് സാന്തോഫിൽ ആൻഡ് ബീറ്റ കരോട്ടിൻ എന്നുള്ളതായിരുന്നു. സാന്തോഫിൽ ആൻഡ് ബീറ്റ കരോട്ടിൻ എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. മിക്കവാറും അത് തന്നെ നമ്മൾ എഴുതും. ബീറ്റ കരോട്ടിനും സാന്തോഫിലും ആണ് ഈ ഗോൾഡൻ ബ്രൗൺ നിറം കൊടുക്കുന്നത്, ഗോൾഡൻ ബ്രൗൺ കളർ കൊടുക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ സാന്തോഫിൽ മാത്രം. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബീറ്റ കരോട്ടിൻ മാത്രം. നാലാമത്തെ ഓപ്ഷൻ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതൊന്നുമല്ല എന്നുള്ളതാണ്. ഏതാ ആർക്കെങ്കിലും പറയാമോ? ഒന്നാമത്തത് സാന്തോഫിലും ബീറ്റ കരോട്ടിനും, രണ്ടാമത്തത് സാന്തോഫിൽ മാത്രം, മൂന്നാമത്തത് ബീറ്റ കരോട്ടിൻ മാത്രം, നാലാമത്തെ ഇതൊന്നുമല്ല. ഇതാണ് ഗോൾഡൻ ബ്രൗൺ. ഉത്തരം അറിയാമോ? ഉത്തരം ഒന്നുമില്ല, സാന്തോഫിൽ മാത്രമാണ് കേട്ടോ. ബി ആണ് ആൻസർ കേട്ടോ. അവിടെ ബീറ്റ കരോട്ടിൻ പറയത്തില്ല, ഒൺലി സാന്തോഫിൽ മാത്രമേ പറയത്തുള്ളൂ കേട്ടോ. ഗോൾഡൻ ബ്രൗൺ എന്ന് പറയുമ്പോൾ സാന്തോഫിൽ മാത്രമാണ് അവിടുത്തെ ആൻസർ കേട്ടോ. അതായത് ഗോൾഡൻ ബ്രൗൺ ആൽഗയിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് സാന്തോഫിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ കേട്ടോ, ഓർത്ത് വെച്ചിരിക്കുക. ക്ലിയർ ആടെ? ഓക്കെ. ഇനി നമ്മൾ നേരത്തെ ആദ്യം പഠിച്ചപ്പോഴത്തേക്ക് ഈ ഡയനോഫ്ലജല്ലേറ്റ്സിന് ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു അല്ലേ? ഏതായിരുന്നു? ഗോണിയോലെക്സ് അല്ലേ? അതായത് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള സാധാരണ കാണപ്പെടുന്ന ഒരു ഡയനോഫ്ലജല്ലേറ്റ്സ് ആണ് ഗോണിയോലെക്സ് എന്ന് പറയുന്നത്. ഗോണിയോലെക്സ് ഓക്കെ, ഗോണിയോലെക്സ് എന്ന് പറയുന്നത്. മറന്നു വരുന്നത്. ഗോണിയോലെക്സ് എന്ന് പറയുമ്പോൾ ഗോണി എന്ന് ആലോചിക്കുമ്പോഴേ ഓർത്ത് വെച്ചിരിക്കുക. ഗോണിയോലെക്സ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ റെഡ് ഡയനോഫ്ലൈറ്റ്. ചുവന്ന ഡയനോഫ്ലജലേറ്റ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ഗോണിയോലെക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ തന്നെ അവിടുത്തെ ഒരു ക്വസ്റ്റ്യനും ആൻസർ നമുക്ക് കിട്ടി. ചുവന്ന ഡയനോഫ്ലജലേറ്റ്സിനെയാണ് നമ്മൾ സാധാരണയായിട്ട് ഗോണിയോലെക്സ് എന്ന് വിളിക്കുന്നത്. ചുവന്ന ഡയനോഫ്ലജലേറ്റ്സുകൾ, അതായത് ഗോണിയോലെക്സിനെ പൊതുവെ ചുവന്ന ഡയനോഫ്ലജലേറ്റ്സ് ആണ് അറിയപ്പെടുന്നത് കേട്ടോ.
അത് ഓർത്ത് വെച്ചിരിക്കുക. ഫ്ലജല്ലേറ്റ്സ്. ചുവന്ന റെഡ് ഡയനോഫ്ലജല്ലേറ്റ്സ് എന്നറിയപ്പെടുന്നത് ഗോണിയോലെക്സ് ആണ്. അപ്പൊ ഈ ചുവന്ന ഡയനോഫ്ലജല്ലേറ്റ്സുകൾ എന്നറിയപ്പെടുന്ന ഈ ഗോണിയോലെക്സ് ചില സമയത്ത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കടലിലോ മറ്റോ നോക്കുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ധാരാളമായിട്ട് അവിടെ വളർന്നു നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അങ്ങനെ ഇഷ്ടം പോലെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇഷ്ടം പോലെ ഈ ഡയനോഫ്ലജല്ലേറ്റ്സ് ഒരുമിച്ച് കൂടി വരുന്ന ആ സമയത്തിനെ അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് എന്താണ് റെഡ് ടൈഡ് എന്ന് പറയുന്നത്. റെഡ് ടൈഡ് എന്ന് വിളിക്കുന്നത് കേട്ടോ. റെഡ് ടൈഡ്. അപ്പൊ റെഡ് ടൈഡ് ഉണ്ടാക്കുവാൻ കാരണമാകുന്ന ആരാണ്? റെഡ് ഡയനോഫ്ലജല്ലേറ്റ്സ്. റെഡ് ടൈഡിന് കാരണമാകുന്ന ഡയനോഫ്ലൈറ്റ്സ് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഗോണിയോലെക്സ് ആണ്. ഗോണിയോലെക്സ്. ഓക്കെ. ചില സമയങ്ങളിൽ ഇത് കൂടിക്കഴിഞ്ഞാൽ ഈ റെഡ് ടൈഡ് ഉണ്ടാക്കുന്ന ഗോണിയോലെക്സ് ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ധാരാളമായിട്ട് ആയിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കൂടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുകയാണ്? അവിടെ എന്താ സംഭവിക്കുന്നത്? എന്ത് സംഭവിക്കും? ഒരു ഏരിയയിൽ മനുഷ്യരുടെ എണ്ണം പെട്ടെന്ന് കൂടുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്താ സംഭവിച്ചത്? റീപ്രൊഡക്ഷൻ അവിടുത്തെ റീപ്രൊഡക്റ്റീവ് റേറ്റ് കൂടി. അവിടെയുള്ള ആൾക്കാരുടെ മക്കളുടെ എണ്ണം കൂടി. മുമ്പ് കഴിഞ്ഞ വർഷം വരെ ഒരു കുട്ടിയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. 2025 നോക്കുമ്പോഴത്തേക്ക് ഒരാൾക്ക് 2, 3 ഒക്കെ വെച്ച് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അവിടുത്തെ റേറ്റ് കൂടുന്ന. ഇവിടെ അത്രേ ഉള്ളൂ. അതായത് റീപ്രൊഡക്റ്റീവ് റേറ്റ്, പ്രത്യുൽപാദന നിരക്ക് എന്ത് ചെയ്യുന്നു? പ്രത്യുൽപാദനം നമ്മൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് ചിന്തിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. പ്രത്യുൽപാദന നിരക്ക് എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു അല്ലേ? ഈ പ്രത്യുൽപാദന നിരക്ക് വർദ്ധിക്കുന്നത് കൊണ്ടാണ് ഈ സാധനം ഈ ഗോണിയോലെക്സ് അവിടെ കൂടി വരുന്നത് അല്ലേ? അതായത് ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒപ്റ്റിമൽ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഇതിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം പെട്ടെന്ന് അവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ദേ മേ ബി റീപ്രൊഡ്യൂസ്ഡ് സെവറൽ ടൈംസ് ഇൻ എ ഡേ. ഒരു ദിവസം തന്നെ ഒരുപാടുണ്ടാവും അല്ലേ? അതായത് ഇറ്റ് വിൽ ലീഡിങ് ടു ദി എന്താണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയും അല്ലേ? ഒരു ജനസംഖ്യയുടെ ഒരു പൊട്ടിത്തെറി അവിടെ ഉണ്ടാവും. ഇതിന്റെ നമ്മുടെ ഗോണിയോലെക്സിന്റെ അല്ലേ? ഓക്കെ. അപ്പം ഒരു സഡൻ ആയിട്ട് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ദ നമ്പേഴ്സ് ഓഫ് ദീസ് ഗോണിയോലെക്സ് അല്ലെങ്കിൽ ഈ ഡയനോഫ്ലൈലേഴ്സ്. ഓക്കെ. അങ്ങനെ എന്ത് ചെയ്യുന്നു? അങ്ങനെ ഒരു സഡൻ ആയിട്ടൊരു എക്സ്പ്ലോഷൻ, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, ഒരു റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ അവിടെ ഇൻക്രീസ് ചെയ്യപ്പെടുമ്പോഴത്തേക്ക് സർഫസ് ഓഫ് ദ സീ മേക്സ് ദ സീ അപ്പിയർ റെഡ് അല്ലേ? സീയുടെ മുകൾ ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു റെഡിഷ് ആയിട്ടുള്ള നേച്ചറായിട്ട് കാണപ്പെട്ടു അല്ലേ? അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെഡ് ടൈഡ് എന്ന് വിളിക്കുന്നത്. ടൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? വേവ്സ്, തിരമാല അല്ലേ? ചുവന്ന തിരമാലകള് അല്ലേ? ചുവന്ന വേവ്സ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചിലപ്പോൾ ചുവന്ന തിരമാല എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചു കളയും കേട്ടോ. ചുവന്ന തിരമാല എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചു കളയും. അല്ലെങ്കിൽ ചുവന്ന തരംഗങ്ങളെന്നോ ചുവന്ന വേവ്സ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കളയും. അപ്പോൾ എഴുതി കൊടുക്കണം ഗോണിയോലെക്സ് എന്ന് പറയുന്നത് അല്ലേ? പിന്നെ സംടൈംസ് ദിസ് ഗോണിയോലെക്സ് എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസേഴ്സ് സം ടോക്സിക് സബ്സ്റ്റൻസ് അല്ലേ? ചില വിഷകരമായിട്ടുള്ള വസ്തുക്കളെ ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ചില സമയത്ത് ഈ ഗോണിയോലെക്സ് എന്ന് പറയുന്നത്. ഈ ടോക്സിൻസ് കപ്പാസിറ്റി ടു കിൽ അതർ മറൈൻ ആനിമൽസ് ലൈക്ക് ചില തരത്തിലുള്ള ഫിഷസിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ ഈ ഗോണിയോലെക്സ് കൊല്ലുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഗോണിയോലെക്സ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ടോക്സിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ടോക്സിൻസ് ആരെ കൊല്ലുന്നുണ്ട്? മറൈൻ ആനിമൽസ് ലൈക്ക് സർട്ടൻ ഫിഷസ്. ചില ഫിഷസിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഡെത്ത് ആക്കുന്നുണ്ട്. ആ ഒരു കാര്യം കൂടെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. അതുകൂടാതെ തന്നെ നിങ്ങൾ ഫ്ലജല്ലേറ്റ്സ് പഠിക്കുന്നതിന്റെ കൂട്ടത്ത് ഈ നൊക്റ്റിലൂക്കയെ പറ്റി പഠിച്ചിട്ടുണ്ടോ? നൊക്റ്റിലൂക്ക സിൻഡലിയൻസ് എന്ന് പറയുന്ന ആളിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? ഇല്ല. ഓക്കെ. അത് നൊക്റ്റിലൂക്ക കേട്ടിട്ടുണ്ടല്ലോ. നൊക്റ്റിലൂക്കയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതാദ്യം കേൾക്കട്ടെ.
നൊക്ടിലൂക്കയെ പറ്റി കേട്ടിട്ടുണ്ട്? അല്ല സോറി, എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടില്ലേ? നൊക്ടിലൂക്കയെ പറ്റി കേട്ടിട്ടില്ലേ? നൊക്ടിലൂക്ക, നൊക്ടിലൂക്ക സിൻഡിലൻസ് കേട്ടിട്ടുണ്ടോ? നൊക്ടിലൂക്ക സിൻഡിലൻസ്. ഇതൊരു PSCയുടെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ എടുത്തിട്ടത്. പെട്ടെന്ന് ഓർമ്മ വന്നപ്പം എടുത്തിട്ട് നൊക്ടിലൂക്ക നൊക്ടിലൂക്ക സിൻഡിലൻസ്, SCI സിൻഡിലൻസ് LLANC. നൊക്ടിലൂക്ക സിൻഡിലൻസ് എന്ന് പറയുന്നത്, നൊക്ടിലൂക്ക സിൻഡിലൻസ്. ഇത് നമ്മൾ ഒരു പേരിൽ വിളിക്കും. എന്തെന്ന് വിളിക്കും? ഇതാണ് ഞാൻ ഇന്നലെ നിങ്ങളടുത്ത് പറഞ്ഞത്. സീ സ്പാർക്കിൾ എന്നൊക്കെ വിളിക്കുന്ന ആളാണ്. സീ സ്പാർക്കിൾ എന്ന് വിളിക്കുന്ന ആളാണ് ആര്? ആരുടെ? അവരറിയപ്പെടുന്ന പേര് സീ സ്പാർക്കിൾ എന്നൊക്കെ വിളിക്കും. സീ സ്പാർക്കിൾ. എന്താണ് സ്പാർക്കിൾ എന്ന് പറഞ്ഞാൽ? എന്തുവാ ഇതോടെ സ്പാർക്കിൾ? സ്പാർക്കിളിന്റെ അർത്ഥം എന്തുവാ? എന്തോ എന്തുവാ വെറുതെ കേട്ടോണ്ടിരിക്കുകയാണോ? സ്പാർക്കിളിന്റെ മീനിങ് എന്താ? സ്പാർക്കിൾ ആർക്കും അർത്ഥമില്ലേ? ഒരു സ്പാർക്കിൾ ഉണ്ടാക്കിയെന്ന് പറയത്തില്ലേ? ആ അത് തന്നെ. സ്പാർക്കിളിന്റെ അർത്ഥം എന്തോടെ? സ്പാർക്കിൾ, ദ സ്റ്റാർസ് സ്പാർക്കിൾ. നിങ്ങൾ പഠിച്ചിട്ടില്ലേടെ? ദ സ്റ്റാർസ് സ്പാർക്കിൾ ഓൺ ദി. തിളക്കം. തിളക്കം, മിന്നുക, തിളങ്ങുക, വെട്ടിത്തിളങ്ങുക, മിന്നുക, മിന്നൽ എന്നൊക്കെ അർത്ഥമല്ലേ സ്പാർക്കിൾ നമ്മൾ ഉപയോഗിക്കുന്നത്? സ്പാർക്കിൾ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, ഇത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്ന കുമ്പളങ്ങി നൈറ്റ്സ് സിനിമയെ കുറിച്ച് ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ? അല്ലേ? അതിൽ കാണിക്കുന്നുണ്ട്. നമ്മളതിനെ കവര് എന്നും പറഞ്ഞ് ഇന്നലെ പറഞ്ഞില്ലേ? കവര് കണ്ടില്ലെങ്കിൽ ആ സിനിമ ഒന്ന് കണ്ടു നോക്കും. അതിൽ നല്ല ഒറിജിനലാണ് കാണിക്കുന്നത് കേട്ടോ. അതിൽ ഒറിജിനലാണ് കാണിക്കുന്നത്. ഈ നൊക്ടിലൂക്ക സിൻഡിലൻസിന്റെ ഒറിജിനൽ ആളിനെയാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ ഓക്കെ അതായത് ഈ നൊക്ടിലൂക്ക സിൻഡിലൻസ് എന്ന് പറയുന്നത് ഇതും ഒരു ആര് തന്നെയാണ്? ഡയനോ ഫ്ലജല്ലേറ്റ്സ് ആണ്. നമ്മളോട് ചോദിക്കും നൊക്ടിലൂക്ക സിൻഡിലൻസ് എന്ന് പറയുന്നതും ചോദിക്കുമല്ല, PSC നിരവധി തവണ ചോദിച്ച ഒരു ചോദ്യമാണ്. PSC മറ്റുള്ള വലിയ വലിയ എക്സാമിനൊക്കെ ഇഷ്ടംപോലെ ചോദിക്കുന്ന ഒരാളാണ് ഈ നൊക്ടിലൂക്ക സിൻഡിലൻസ് എന്ന് പറയുന്നത്. ഇതും ഒരു ഡയനോ ഫ്ലജല്ലേറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതും സാധാരണയായിട്ട് എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ മറ്റേ ആളിനെ കണ്ടതുപോലെ തന്നെ എന്തുണ്ടാക്കാറുണ്ട്? അല്ല, എന്തുണ്ട്? ബയോലൂമിനൻസ്. അത് തന്നെയാണ്, തിളക്കം ഉണ്ടാക്കാറുണ്ട്. അല്ല, എന്ത് കാണും? ഇവരിൽ വർണ്ണകങ്ങൾ കാണപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും നൊക്ടിലൂക്ക സിൻഡിലൻസ് കാണപ്പെടുന്ന വർണ്ണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പച്ച നിറത്തിലുള്ളതും അതുപോലെ തന്നെ ചുവന്ന നിറത്തിലുള്ളതും. ആ സിനിമയിൽ കാണിക്കുന്നത് പച്ച നിറത്തിലുള്ളതാണ്. പച്ച നിറത്തിലുള്ളതും ചുവന്ന നിറത്തിലുള്ളതുമായിട്ടുള്ള പിഗ്മെന്റേഷൻ, കളറുകള്, നിറങ്ങള്, വർണ്ണങ്ങള് ആര് കാണിക്കുന്നുണ്ട്? നൊക്ടിലൂക്ക സിൻഡിലൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ ഗ്രീൻ ഓർ റെഡ്. ഓക്കെ അപ്പം ഇത്തരത്തിലുള്ള ഏകകോശ പ്രൊട്ടിസ്റ്റയായ ഏകകോശ ഡയനോഫ്ലജല്ലേറ്റ്സ് ആയ നൊക്ടിലൂക്ക സിൻഡിലൻസ് സീ സ്പാർക്കിൾ, അതായത് കടലിലെ തിളക്കക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ തിളക്കം ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിനെ മലയാളത്തിൽ കവര് എന്നാണ് വിളിക്കുന്നത്. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അവയിൽ കാണപ്പെടുന്ന പിഗ്മെന്റ്സ് പ്രധാനമായിട്ടും പച്ചയും ചുമന്നതുമാണ്. വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉള്ള ആളാണ് ഇയാളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ നൊക്ടിലൂക്കയിൽ വരുന്ന ചില ഗ്രൂപ്പുകളിൽ കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് നേരത്തെ അയാൾ പറഞ്ഞ എന്ന് പറയുന്നതിടെ ബയോലൂമിനസെൻസ് എന്ന് പറയുന്നത്. ഈ നൊക്ടിലൂക്ക പോലുള്ള പ്രൊട്ടിസ്റ്റൻസിൽ കാണപ്പെടുന്ന ഡയനോഫ്ലൈസ് അവർ കാണിക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്ന് പറയുന്നത് ബയോലൂമിനസെൻസ് എന്ന് പറയുന്നത്. എന്തിനാ അവര് ഈ ബയോലൂമിനസെൻസ് ഉണ്ടാക്കുന്നത്? എന്തിനാ? നമ്മുടെ സ്ക്വിഡിനെ പോലെയും കട്ടിൽ ഫിഷിനെ പോലെയുമാണ്. എന്താണ്ട് സ്ക്വിഡും കട്ടിൽ ഫിഷും അവരൊരു ഇങ്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഇവരും ഈ ബയോലൂമിനസെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ പ്രെഡേറ്ററിൽ നിന്നും
രക്ഷ നേടുന്നതിന് വേണ്ടി അല്ലേ? ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ബയോലൂമിനൻസ് എന്ന് പറയുന്ന പ്രതിഭാസം കാണിക്കുന്നത്. കേട്ടോ? ഓക്കെ ഓക്കെ ഓക്കെ, ക്ലിയർ ആയ? ആ ബയോലൂമിനൻസിനെ പറയുന്ന പേരാണ്. അപ്പം കടലിൽ ആ സമയത്ത് ഇവരിങ്ങനെ കൂടി വരുന്ന സമയത്ത് ഈ ബയോലൂമിനൻസ് എന്തുണ്ടാക്കും ഇവര്? എന്തുണ്ടാക്കൂടെ? എന്തുണ്ടാക്കും? ഒരുപാട് ഇവരിങ്ങനെ കടലിലേക്ക് വരുന്ന സമയത്ത് കൂട്ടമായിട്ട് ധാരാളമായിട്ട് ഈ ഗ്രീൻ ആൽഗെ ഈ ഡയനോഫ്ലൈലേറ്റ്സ് ഗ്രീൻ ആൽഗെ വരുന്ന സമയത്ത് ഒരുപാട്, അതായത് ഇവർ ഒരുപാട് കൂടുന്നതിനെ നമുക്ക് എന്ത് പറയാം? നൊക്റ്റിലൂക്കൽ. ഒരുപാട് ആൽഗ കൂടുന്നതിനെ നമ്മൾ എന്താ വിളിച്ചത്? ഒരുപാട് ആൽഗകൾ കൂടുന്നതിനെ നമ്മൾ എന്തൊരു പേരിട്ട് വിളിച്ചല്ലേ? എന്താ? ബ്ലൂം അല്ലേ? ഇല്ലടേ ഇല്ലേ? നൊക്റ്റിലൂക്കൽ ബ്ലൂം, അല്ലെങ്കിൽ ഡയനോഫ്ലൈലേറ്റ്സിന്റെ ഒരു ബ്ലൂം ഇങ്ങനെ ഒരുപാടായിട്ടുണ്ടായി വരുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള ബയോലൂമിനൻസൻസ് അവർ പുറപ്പെടുവിക്കും. അവരെന്തെങ്കിലും പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാടെണ്ണം വരുമ്പോൾ എന്തെങ്കിലും ആക്രമിക്കാനായിട്ട് ചെല്ലും. അപ്പോൾ ഈ ബയോലൂമിനൻസ് പുറപ്പെടുവിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ടോക്സിക് ആയിട്ടുള്ളതാണ്. മറ്റ് മറൈൻ അനിമൽസിന് ടോക്സിക്കുമാണ് ഈ ബയോലൂമിനൻസൻസ് എന്ന് പറയുന്നത് ടോക്സിക് ആണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഡയനോഫ്ലൈലേറ്റ്സിന്റെ കോമൺ നമ്മുടെ ഗോണിയോലെക്സിൽ കണ്ടതുപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. ഓക്കെ 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 കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇത് പറയാനുള്ള കാരണം നിങ്ങൾ ഇത് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി പറയുന്നത്, ടോക്സിക്, അതായത് ഈ ഞാൻ പറഞ്ഞു ഇത് ഏതൊക്കെ കളറിൽ കാണപ്പെടുമെന്ന് പറഞ്ഞു? ഗ്രീൻ ആൻഡ് റെഡ്. അപ്പം ഗ്രീൻ കാണുന്നെങ്കിൽ കൂടുതലായിട്ട് വരുമ്പോൾ എന്ത് ടൈഡായിട്ട് തോന്നും? നമുക്ക് ഗ്രീൻ ടൈഡായിട്ട് തോന്നുന്നില്ലേ? തോന്നത്തില്ലേ? തോന്നും. അപ്പൊ ഗ്രീൻ ടൈഡ് ഉണ്ടാക്കുന്ന ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് നൊക്റ്റിലൂക്കയാണ്. ഇനി റെഡ് നിറത്തിലവ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇവയും എന്തുണ്ടാക്കുന്നുണ്ട്? റെഡ് ടൈഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കോമൺ ആയിട്ട് റെഡ് ടൈഡ് എന്ന് പറയുന്നത് ആരെയാണ്? നൊക്റ്റിലൂക്ക അല്ല. ആരാണ്? ഗോണിയോലെക്സ് ആണ്. ഇനി ഒരു സെന്റൻസ് ആയിട്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, നൊക്റ്റിലൂക്ക സിൻഡിലൻസ് എന്ന് പറയുന്നത് റെഡ് ടൈഡ് ഉണ്ടാക്കുന്ന ഡയനോഫ്ലൈലേറ്റ്സ് ആണ്. നൊക്റ്റിലൂക്ക റെഡ് ടൈഡ് ഉണ്ടാക്കുന്ന ഡയനോഫ്ലൈലേറ്റ്സ് ആണ്. ശരിയോ തെറ്റോ? ശരിയാണ്. നൊക്റ്റിലൂക്കയും റെഡ് ടൈഡ് ഉണ്ടാക്കുന്നുണ്ട്. നൊക്റ്റിലൂക്ക ഗ്രീൻ ടൈഡ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഗ്രീൻ ടൈഡിനെയാണ് നമ്മൾ കവർ എന്ന് പറയുന്നത്. നൊക്റ്റിലൂക്ക ഉണ്ടാക്കുന്ന ആ ഗ്രീൻ ടൈഡിനെയാണ് കവര് എന്ന് പറയുന്നത്. ആ സിനിമ കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണുക. അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കവര് നിങ്ങൾക്ക് കാണാൻ പറ്റും, ലൈവായിട്ട് ആ കവര് കാണാൻ പറ്റും. അപ്പൊ ഇത് ഒരുപാട് ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ, ഈ നൊക്റ്റിലൂക്ക ധാരാളമായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ടോക്സിക്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുള്ള സ്ഥലം, അതായത് ഈ കവര് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നൊക്റ്റിലൂക്കൽ ബ്ലൂം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗോണിയോലെക്സ് ബ്ലൂം അവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നു? ബുദ്ധിയല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടാന്ന് നോക്കട്ടെ. അവിടെ എന്ത് സംഭവിച്ചു? ആക്ച്വലി കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെയൊക്കെ പഠിച്ചില്ലേ, എന്ത് സംഭവിച്ചു അവിടെ? കാരണം ഇതിന്റെ ധാരാളിത്തമാണല്ലോ ഇത്. ഈ ഗോണിയോലെക്സ് അല്ലെങ്കിൽ നൊക്റ്റിലൂക്കൊക്കെ ധാരാളമായിട്ട് വളർന്നു വരുന്നതാണല്ലോ അതിന്റെ ബ്ലൂം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ റെഡ് ടൈഡ് എന്ന് പറയുന്നത്, ബയോലൂമിനസൻസ്. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? ആക്ച്വലി ആ വെള്ളത്തിൽ, ആ ജലത്തിൽ, ആ കടലിൽ എന്ത് സംഭവിച്ചു? അത് തന്നെ, ഹാംഫുൾ. ആ വാക്ക് പറയേ, എന്താണ് പ്രോസസ് അവിടെ നടന്നത്? വെരി ഗുഡ്. യൂട്രോഫിക്കേഷൻ സംഭവിക്കും അവിടെ അല്ലേ? അവിടെ യൂട്രോഫിക്കേഷൻ സംഭവിച്ചു. അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് ചോദിച്ചോളേ നിങ്ങൾക്ക്, കേട്ടോ? അത്തരത്തില് ഇതുണ്ടാക്കുന്ന ഈ നൊക്റ്റിലൂക്ക പോലുള്ള, ഗോണിയോലക്സുകൾ പോലുള്ള ബ്ലൂമുകൾ ഉണ്ടാക്കുന്ന യൂട്രോഫിക്, ഇത് PG ലെവലിലൊക്കെ നമ്മൾ പഠിക്കുമ്പോഴാണ് ആ പേരൊക്കെ ഉപയോഗിച്ച് പഠിക്കുന്നത്. ആ ടേം അവിടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ചിലപ്പോഴാങ്ങണം ചോദിച്ചു കഴിഞ്ഞാലോ. ഇത്തരത്തിലുണ്ടാകുന്ന അനിമൽസ്, ഈ ഈ തരത്തിലുണ്ടാകുന്ന ഡയനോഫ്ലൈലേറ്റ്സ് പോലുള്ള ആൾക്കാർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവിടെ ഉണ്ടാക്കുന്ന ആ ഒരു ബ്ലൂം, കാരണം അവിടെ ടോക്സിക് ആയിട്ട് മാറും, ഭയങ്കരമായിട്ട് ടോക്സിസിറ്റി ഉണ്ടാവും. അപ്പോൾ അതൊരു യൂട്രോഫിക്കേഷൻ ആയിട്ട് മാറും. ആ വാട്ടറിൽ കാണപ്പെടുന്ന ഫ്ലോറയും ഫുണയ്ക്കും ഒക്കെ ഒരുപാട് പരിക്കുകൾ പറ്റും, അല്ലെങ്കിൽ ഡെത്തായി പോവും. മീനുകളെയൊക്കെ നശിപ്പിക്കും ഇതിന്റെ ടോക്സിൻ വന്നിട്ട്. അപ്പം ആ യൂട്രോഫിക്കേഷൻ, അപ്പൊ അത്തരത്തിലുള്ള
യൂട്രോഫിക്കേഷൻ ആർക്കും ദോഷകരമാണ് ആക്ച്വലി. കടൽ ജീവികൾ. മനുഷ്യൻ നമ്മളെപ്പോലുള്ള മനുഷ്യർക്കും ദോഷകരമല്ലേ? അല്ലേടെ? ആണോ? ആണ് അല്ലേ? കടലിൽ ഉപജീവനം നടത്തുന്ന കടലിലെ ഇതുകൊണ്ട് ഉപജീവനം എത്രയോ പേര്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പേരുണ്ട് അല്ലേ? അപ്പൊ നമുക്കും ദോഷകരമാണ്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ വിളിക്കുന്നത് ആന്ത്രോപോജനിക്, എന്താണ്ട് ആന്ത്രോപോജനിക് യൂട്രോഫിക്കേഷൻ എന്നാണ്. ആന്ത്രോപോജനിക് യൂട്രോഫിക്കേഷൻ. അപ്പൊ ആന്ത്രോപോജനിക് യൂട്രോഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എഴുതി കൊടുക്കണം. എന്തെഴുതി കൊടുക്കണം? എന്താണ് ആന്ത്രോപോജനിക് യൂട്രോഫിക്കേഷൻ? ആരുണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഏതുതരം അനിമൽസ് ഉണ്ടാക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉത്തരം നിങ്ങൾക്ക് എന്തെഴുതണം? ഡയനോഫ്ലൈലേഴ്സ്, അല്ലെങ്കിൽ നൊക്ടിലുക്ക സിൻഡ്ലിൻസ് പോലുള്ള. അവിടെ ചിലപ്പം ഡയനോഫ്ലൈലേഴ്സ് എന്നായിരിക്കും ഇത് കാണുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറയാ നൊക്ടിലുക്ക എന്നായിരിക്കും, അല്ലെങ്കിൽ ഗോണിയോലെക്സ് എന്നായിരിക്കും. കേഷൻ. ഓക്കെ, യൂട്രോഫിക് ആന്ത്രോപോജനിക് യൂട്രോഫിക്കേഷൻ. ആന്ത്രോപോജനിക് യൂട്രോഫിക്കേഷൻ ആ ഒരു ടേം ഓർത്തിരിക്കുക. ഓക്കെ, ആന്ത്രോപോജനിക് അതായത് ആന്ത്രോപോജനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി? ആന്ത്രോപോജനിക് എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? മനുഷ്യനെ കുറിച്ച് അല്ലേ? ഓക്കെ, മനുഷ്യനെ കുറിച്ചുള്ള അല്ലെങ്കിൽ നരവംശജന്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, മനുഷ്യന്റെ വംശത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആന്ത്രോപോജനിക്. അപ്പം ആന്ത്രോപോജനിക് യൂട്രോഫിക്കേഷന് കാരണമാകുന്ന ആൾക്കാർ അല്ലെങ്കിൽ പ്രൊട്ടിസ്റ്റ ആരെന്ന് ചോദിച്ചാൽ അത് ഗോണിയോലെക്സ് ഉണ്ട്, നൊക്ടിലുക്ക ഉണ്ട്, അല്ലെങ്കിൽ ഡയനോഫ്ലൈലേഴ്സ് എന്ന് ഓർത്തിരുന്നാൽ മതി. പിടികിട്ടിയ സംഭവം? ഓക്കെ ആണോ? റെഡിയാണോ? സെറ്റാണാടെ? സെറ്റല്ലേ അല്ലേ? ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ കിടക്കുന്നുണ്ടോ? എഴുതിയില്ലെങ്കിലും മനസ്സിൽ കിടക്കുന്നുണ്ടോ ഈ സാധനങ്ങളൊക്കെ? ഇന്ന് മനസ്സിൽ കിടക്കൂല്ലേ? ഇന്ന് മനസ്സിലുണ്ട്, നാളെ പോവും. മനസ്സിലായ? റെഡിയാണോ? ഓക്കെ ആണോ? സംശയമില്ലല്ലോ? ഇവിടെ നിന്നൊക്കെ ഇന്ന് പഠിച്ച എല്ലാം ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇന്ന് ചോദിച്ച എല്ലാം ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതിൽ വരുന്ന സ്ലൈമോഴ്സ്, ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന യൂഗ്ലിനോയിഡ്സ് അധികം ചോദിച്ചു കണ്ടിട്ടില്ല. സ്ലൈമോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. പിന്നെ ലാസ്റ്റിലുള്ള പ്രോട്ടോസോൺസ് എപ്പോഴും അതിൽ 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ പ്രോട്ടോസോൺസിനെ പറ്റി ചോദിക്കാത്ത പരീക്ഷയില്ല. അത്രയും കൂടെ നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, പ്രോട്ടോസോൺസ് ഒരു ഭീകരമായ വരിയാണ്. അപ്പോൾ സാവധാനത്തിൽ പഠിക്കാം. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് യൂഗ്ലിനെയും സ്ലൈമോഴ്സുമാണ്. യൂഗ്ലിനോയിഡും സ്ലൈമോഴ്സുമാണ് അവിടെ പഠിക്കേണ്ടത്. പിന്നെ പ്രോട്ടോസോൺസ് പഠിക്കണം, അമീബോയിഡും ഫ്ലജലേറ്റും സീലിയേഴ്സും ഒക്കെ ഇതൊക്കെ അതും കൂടെ പഠിക്കണം. അപ്പോഴത്തേക്കാണ് ഇത് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് നാളെ തൊട്ടടുത്ത വരുന്ന ദിവസങ്ങളിൽ വേറെ സബ്ജക്റ്റിലോട്ട് നമ്മൾ പോകും. എന്നും ഇത് തന്നെ പഠിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു മടി വരും, ബോർ അടിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചെടുക്കുക, പെട്ടെന്ന് തന്നെ വായിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചെടുക്കുക. ഓക്കെ ആണോ? റെഡിയല്ലേ? പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന്?